അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വിജയികളുടെ 7 ശീലങ്ങളെ കുറിച്ചാണ്. ആ കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടുള്ള ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി അമർത്തിയാൽ നമ്മളിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. നമുക്കപ്പോൾ നേരെ വിഷയത്തിലേക്ക് വരാം. ശീലം നമ്മെ ഭരിക്കുന്നു. മനുഷ്യന് എണ്ണമറ്റ ശീലങ്ങളുടെയും മനോഭാവങ്ങളുടെയും ആകത്തുകയാണ്. ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ ഉണ്ടായിരിക്കേണ്ട ശീലങ്ങളെക്കുറിച്ച് മനഃശാസ്ത്രജ്ഞർ ഒരുപാട് പഠനം നടത്തിയിട്ടുണ്ട്. അക്കൂട്ടത്തിൽ പ്രമുഖനാണ് സ്റ്റീഫൻ കോവെ. അമേരിക്കൻ മനഃശാസ്ത്ര ചിന്തകനായ അദ്ദേഹം ഉന്നത വിജയികളുടെ 7 ശീലങ്ങൾ എന്ന കനത്ത രചന നടത്തിയിട്ടുണ്ട്. അവ ശീലിക്കുന്നവർ വിജയിക്കുക തന്നെ ചെയ്യുമെന്നാണ് അദ്ദേഹത്തിന്റെ വാദം. എന്നാൽ അവ ഓരോന്നും നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തേതായി പറയുന്നത് പ്രോ ആക്റ്റീവ് ആയിരിക്കുക എന്നുള്ളതാണ്. വ്യക്തി കാഴ്ചപ്പാട് തത്വം എന്ന ഈ ശീലത്തെ അദ്ദേഹം വിശേഷിപ്പിക്കുന്നു. മുന്നോട്ട് ചലിക്കുന്ന ശീലം എന്ന പ്രോ ആക്റ്റീവിന് നമുക്ക് അർത്ഥം പറയാം. വിജയികള് തീരുമാനമനുസരിച്ച് മുന്നോട്ടു പോകുന്നു. പ്രതികൂല കാലാവസ്ഥ പോലും അവരുടെ ഗമനത്തിന് തടസ്സമല്ല. അവർ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുന്നു. ഈ ശീലമുള്ളവർ സ്വയം തുടങ്ങുന്നവരും മറ്റാരെയും കാത്തിരിക്കാത്തവരുമാണ്. എനിക്ക് കഴിയില്ല, മറ്റുള്ളവർ സഹകരിക്കുകയാണെങ്കിൽ ചെയ്യാമായിരുന്നു, എനിക്ക് സമയമില്ല മുതലായ നിഷേധാത്മക പ്രയോഗങ്ങളൊന്നും ഇവരുടെ വായിൽ നിന്ന് വരുന്നതല്ല. എനിക്കെന്റെ വികാരത്തെ നിയന്ത്രിക്കാൻ കഴിയും, ഒരു വഴിയല്ലെങ്കിൽ മറ്റൊരു വഴി ഞാൻ കണ്ടെത്തും, ഞാൻ മുൻഗണനാക്രമത്തിൽ ജോലി ചെയ്യും എന്നിങ്ങനെ ചിന്തിക്കുന്ന ശീലമുള്ളവരാണിവർ. രണ്ടാമത്തേതായി പറയുന്നത് അന്ത്യം മുന്നിൽ കണ്ടുകൊണ്ട് തുടങ്ങുക എന്നുള്ളതാണ്. എന്ത് കാര്യങ്ങൾ തുടങ്ങുമ്പോഴും അതിൻ്റെ പൂർണ്ണ രൂപം മനസ്സിൽ കണ്ടുകൊണ്ടായിരിക്കണം നാം തുടങ്ങേണ്ടത്. എന്നാൽ ഇടയ്ക്ക് വരാവുന്ന പ്രശ്നങ്ങളൊക്കെ മുൻകൂട്ടി മനസ്സിലാക്കാൻ പറ്റും. ഒരു കാര്യം മനസ്സിൽ കാണുമ്പോൾ അത് നേടിയെടുക്കാനുള്ള പ്രചോദനം നാം അറിയാതെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്നു. ഓരോ പ്രവൃത്തിയും മരം കയറുന്നത് പോലെയാവണം. മരം കയറുന്ന ഒരാൾ എങ്ങനെ ഇറങ്ങണമെന്നും കൂടി ആലോചിച്ചിട്ടില്ലെങ്കിൽ ഉണ്ടാവുന്ന അബദ്ധങ്ങൾ നമുക്കറിയാമല്ലോ. എല്ലാം മുൻകൂട്ടി കാണുന്നതിനാണ് പ്ലാനിങ്, ആസൂത്രണം എന്ന് പറയുന്നത്. ആസൂത്രണം നടത്തുന്നതിനാവശ്യമായ എല്ലാ കാര്യങ്ങളും നമ്മുടെ മുന്നിലുണ്ടായിരിക്കണം. ആദ്യം മുതൽ അവസാനം വരെയുള്ള പൂർണ്ണ രൂപം നമ്മൾ എഴുതിയുണ്ടാക്കണം. എഴുതാൻ പലർക്കും മടിയാണ്. എഴുതാതിരിക്കുക എന്നുള്ളതാണ് പലരുടെയും ശീലം. ഇനി മൂന്നാമത്തേതായി പറയുന്നത് മുൻഗണനാക്രമം എന്ന ശീലമാണ്. ജീവിത വിജയത്തിന് വളരെ ആവശ്യമായൊരു ശീലമാണിത്. നമുക്ക് പല കാര്യങ്ങളും ചെയ്യണമെന്നുണ്ട്, പലതും ചെയ്യാൻ തോന്നാറുണ്ട്. സമയമാണ് ഏറ്റവും വിലപ്പെട്ടത്. സമയത്തെ ഉപയോഗപ്പെടുത്തി വേണം നമ്മളെ ജീവിതത്തിൽ വിജയിക്കാൻ. ഒരു ദിവസത്തില് 24 മണിക്കൂറുള്ളതിൽ 11 മണിക്കൂർ ഉറക്കത്തിനും ഭക്ഷണം കഴിക്കുന്നതിനും അതുപോലുള്ള അത്യാവശ്യ കാര്യങ്ങൾക്കും ഓരോ വ്യക്തിയും ചെലവഴിക്കണം. ബാക്കിയുള്ള 13 മണിക്കൂർ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കും അവന്റെ വിജയം. അധ്വാനം, വിശ്രമം, വിനോദം, അലസത, ഉറക്കം എന്നിങ്ങനെ 5 രീതിയിലായിരിക്കണം ഒരു മനുഷ്യൻ സമയം ചെലവഴിക്കേണ്ടത്. അത്യാവശ്യത്തിന് ഉറങ്ങണം. ഉറക്കം യാതൊരു കാരണവശാലും 8 മണിക്കൂറിൽ കൂടുതലാകരുത്. കുറക്കുന്നതിനൊന്നും വിരോധമില്ല. പലരും എത്രയോ സമയം അലസമായി കഴിയാറുണ്ട്. വെറുതെ കഥ പറഞ്ഞും പരദൂഷണം പറഞ്ഞും അനാവശ്യമായ ചർച്ച നടത്തിയും കൂട്ടുകൂടിയും നാം സമയം പാഴാക്കുന്നു. സമയവും തിരമാലയും ആരെയും കാത്തിരിക്കുന്നില്ല എന്ന ഈ തത്വം നാം വെറുതെ കേട്ടാൽ പോരാ. ഈ തത്വത്തിന്റെ മൂല്യം ഉൾക്കൊള്ളുക തന്നെ വേണം. ഇനി പറയുന്നത് വിനോദം. ഈ വിനോദം ആവശ്യത്തിനാവാം,
പലരും ആവശ്യത്തിലധികം വിനോദത്തിന് സമയം ചെലവഴിക്കുന്നു. അത്യാവശ്യ കാര്യങ്ങൾ നിർത്തിവെച്ചുപോലും പലരും വിനോദിക്കുന്നത് കാണാം. ധാർമ്മികമായി സമൂഹം അംഗീകരിക്കാത്ത ജൂതാട്ടം പോലുള്ള വിനോദങ്ങളിൽ ഏർപ്പെടുന്നവരുണ്ട്. എത്ര സമയം ഞാൻ വിനോദത്തിന് ചെലവഴിക്കുന്നു എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. ഇനി വിശ്രമം എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമാണ്. പക്ഷേ അധ്വാനത്തിന്റെ ശേഷമാണ് വിശ്രമം വേണ്ടത്. അധ്വാനിക്കാതെ വിശ്രമിക്കുന്നവരുണ്ട്. അലസനായിരുന്നു വിശ്രമിക്കുകയാണെന്ന് ധരിക്കുന്നവരാണിവർ. ഈ ദുശീലം തനിക്കുണ്ടോ എന്ന് സ്വയം ഒന്ന് പരിശോധിച്ചു നോക്കുക. ഇനി ഈ സമയം ചെലവഴിക്കുന്നതിൽ അഞ്ചാമത്തേതായിട്ടുള്ള ഒരു വിഷയമാണ് അധ്വാനം എന്ന് പറയുന്നത്. അധ്വാനിക്കുന്നത് തന്നെ മുൻഗണനാ ക്രമത്തിലായിരിക്കണം. പരീക്ഷയെടുത്ത സമയത്ത് നോവലും കഥയൊക്കെ വായിക്കുന്ന ഒരു വിദ്യാർത്ഥി മുൻഗണനാ ക്രമത്തിലല്ല അധ്വാനിക്കുന്നത്. ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രവൃത്തി പ്രധാനപ്പെട്ടതോ അടിയന്തര സ്വഭാവമുള്ളതോ എന്ന് പരിശോധിക്കണം. നാലാമത്തെ ശീലമാണ് ഞാൻ വിജയിക്കണമെന്ന ചിന്ത. ഈ വിജയം എന്ന് പറയുന്നത് പല വിധത്തിലാണ്. മറ്റുള്ളവർക്ക് നഷ്ടം വരാതെ ഒരാൾക്ക് നേടാനാവും. ചില സാഹചര്യത്തില് ഒരാളുടെ പരാജയത്തിലൂടെ മാത്രമേ അവരന് വിജയം കൈവരിക്കൂ. നമുക്ക് ഫുട്ബോളിനെ ഒരു ഉദാഹരണമായി എടുക്കാം. അതിൽ രണ്ട് ടീമിനും വിജയിക്കുക എന്നുള്ളത് സാധ്യമല്ല. ഒരു ടീമിന്റെ പരാജയമാണ് എതിർ ടീമിന്റെ വിജയം. ഈ മത്സര പരീക്ഷകളും അങ്ങനെ തന്നെയാണ്. നിശ്ചിത മാർക്കുള്ള എല്ലാവരും വിജയിക്കില്ല. ഉയർന്ന മാർക്കുള്ളവരെ തിരഞ്ഞെടുക്കപ്പെടുകയും കുറഞ്ഞ മാർക്കുള്ളവരെ പുറന്തള്ളപ്പെടുകയും ചെയ്യുന്നു. മത്സര പരീക്ഷാബോധം ഒരു ചിന്താശീലമായി മാറണം. എനിക്ക് മുമ്പിലെത്തണമെന്നുള്ള ബോധം നമ്മെ കൂടുതൽ അധ്വാനിപ്പിക്കും. അങ്ങനെ നമ്മൾ 4 ശീലങ്ങളെ കുറിച്ച് മനസ്സിലാക്കി. ഇനി ബാക്കിയുള്ള 3 ശീലങ്ങൾ അടുത്തൊരു വീഡിയോയിൽ പാർട്ട് 2 ആയിട്ട് ഇൻഷാ അല്ലാഹ് ഇടുന്നതായിരിക്കും. ഒന്നും കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് ഓളുന്ന ഓപ്ഷനും കൂടി അമർത്തുക. എന്നാലായിരിക്കും നമ്മളിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.